ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. പറവണ്ണയിൽ അക്രമം. നിർത്തിയിട്ട ബസ്സും തട്ടുകടയും അടിച്ചു തകർത്തു. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. പള്ളിയുടെ കവാടത്തിൽ സ്ഥാപിച്ച ചെടിച്ചട്ടികളും അടിച്ചു തകർത്തു. തിരു പോലീസ് അന്വേഷണം ആരംഭിച്ചു. അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. പറവണ്ണ ജുമാ മസ്ജിദ് കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറിയ യുവാവ് മസ്ജിദ് കവാടത്തിൽ സ്ഥാപിച്ച പൂച്ചട്ടികൾ അടിച്ചു തകർത്തു. നേരത്തെയും സമാനമായ സംഭവം ഉണ്ടായിട്ടും പോലീസിൽ പരാതി നൽകിയിരുന്നതായി പഞ്ചായത്ത് അംഗം ജലീൽ പറവണ്ണ പറഞ്ഞു. ക്യാമറയിൽ കാണുന്നത് 1:55-നാണ്. ഇവിടെ സൈഡിലുള്ള ഗേറ്റിൽ കൂടി കയറി വന്ന് പള്ളിയുടെ അകത്തു കൂടി ഈ ജാറത്തിൻ്റെ ഗേറ്റിൽ കൂടി കടന്നു വന്നിട്ട് രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്ന 2 ലൈനിലും ചെടികളുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ പിന്നെ നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെടിയാണ്. ആ ചെടിച്ചട്ടി മൊത്തം ഈ പ്രതി ആരാണെന്ന് വ്യക്തമായിട്ടില്ല. ലഹരിയുടെ അടിമകളാണ്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളാണ് സാമൂഹ്യദ്രോഹികളായ ഇവർ. ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. ഇവിടെ കുറേ കാലങ്ങളായി പരിസര പ്രദേശങ്ങളിലുള്ള ഈ പള്ളിയിലെ പോലും മോട്ടറുകൾ രണ്ട് മോട്ടർ ഇപ്പോൾ അടുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പരാതികളുണ്ട്. പരാതി നമ്മളെ ആളുകളൊക്കെ പരിസരത്തുനിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും പരാതികൾ കൊടുക്കുക എന്നല്ലാതെ പോലീസിന് അതിൻ്റെ വ്യക്തമായ അന്വേഷണം നടത്തി പ്രതികളെ പിടിക്കാത്തതിൻ്റെ പേരിലാണ് ഇവർ വീണ്ടും ഇങ്ങനെയുള്ള അക്രമങ്ങളൊക്കെ. പറവണ്ണ പുളിഞ്ചോളി നിർത്തിയിട്ട ട്രാവലറിന്റെ ഗ്ലാസും തകർത്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് പരാതി നൽകിയതായി ട്രാവലർ ഉടമ ചേക്കിന്റെ പുറക്കൽ ഷാഹുൽ അമീദ് പറഞ്ഞു. ഒരാൾ കോൾ ചെയ്തിട്ട് തന്നെ എൻ്റെ വണ്ടി ഇങ്ങനെ ഇവിടെ പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ വണ്ടി മെയിൻ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കെടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഓടാൻ നിന്ന വണ്ടിയാണ്, നമ്മൾ പുതിയതായിട്ട് കൊടുന്ന വണ്ടിയാണ്. ഇന്നിപ്പോൾ ഓടാനായിട്ട് കൊടുന്ന വണ്ടിയാണ്. ഒരുപാട് നഷ്ടപ്പതിനുണ്ട്. അപ്പോൾ ഇനി വണ്ടി നന്നാക്കണം. പിന്നെ മെയിൻ ഗ്ലാസ് പൊട്ടിയതാണ്. ഇനി നന്നാക്കണമെങ്കിൽ അവിടെ വർഷോപ്പ് കൊണ്ടിടണം. ഒരുപാട് നഷ്ടങ്ങൾ ഇപ്പോൾ അതിനുണ്ട്. 2 സൈഡ് ഗ്ലാസ് പൊട്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ആ പ്രതിനെ എന്തായാലും അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടണം. നമുക്കതിന് നഷ്ടപരിഹാരം കിട്ടണം. പറവണ്ണ ഹൈസ്കൂളിന് സമീപത്തെ തട്ടുകടയും സമീപത്ത് നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന്റെ ഗ്ലാസുകളും തകർത്തിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തും അനുകൂല നടപടി വേണമെന്നും പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം.